സൗഹൃദ ബന്ധത്തിൽ നിന്ന് പിന്മാറിയ പെൺസുഹൃത്തിനെ വധിക്കാൻ പദ്ധതിയിട്ട് പെൺവേഷം ധരിച്ച് ഗുരുവായൂരിലെത്തിയ യുവാവുൾപ്പെടെ 5 സംഘത്തെ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ മുട്ടം സ്വദേശികളായ ആദർശ്, പ്രസാദ്, ബിനീഷ്, ഷാഹിദ്, സ്റ്റീഫൻ എന്നിവരാണ് പിടിയിലായത്. പടിഞ്ഞാറേ നടയിൽ പെൺവേഷത്തിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ കണ്ട പ്രസാദിനെ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO വിനോദ് വലിയാട്ടൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആദ്യം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ പരിസരത്ത് കാറിൽ കറങ്ങുകയായിരുന്ന മറ്റ് 4 പ്രതികളെയും പോലീസ് പിടികൂടി. ഇവരിൽ നിന്ന് 16 ഗ്രാം കഞ്ചാവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിലാണ് ഞെട്ടിക്കുന്ന കൊലപാതക ഗൂഢാലോചനയും പുറത്തുവന്നത്. തൃശൂരിലെ സ്പായിൽ ജോലി ചെയ്യുന്ന തൊടുപുഴ സ്വദേശിയായ യുവതിയെ ലക്ഷ്യമിട്ടാണ് സംഘം എത്തിയത്. സൗഹൃദ ബന്ധത്തിൽ നിന്ന് യുവതി പിന്മാറിയതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ തൃശൂരിലെത്തിയ വിവരമറിഞ്ഞ് യുവതി ഗുരുവായൂരിലേക്ക് മാറിയിരുന്നു. ഇതറിഞ്ഞെത്തിയ സംഘം പെൺവേഷം ധരിച്ച് യുവതിയെ കണ്ടെത്തി വധിക്കാനായിരുന്നു പദ്ധതിയിട്ടത്. പിടിയിലായ പ്രസാദിനും ആദർശിനും എതിരെ കൊലപാതക ശ്രമം ഉൾപ്പെടെ 20ഓളം ക്രിമിനൽ കേസുകൾ നിലവിലുണ്ട്. സുരക്ഷിതമായി കണ്ടെത്തിയ യുവതിയെ പോലീസ് നാട്ടിലേക്ക് അയച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അതേസമയം ഈ പ്രതികളിൽ നിന്ന് പോലീസ് ആദ്യം കണ്ടെത്തിയത് കഞ്ചാവായിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ ഒരു വധശ്രമ പദ്ധതിക്കായിട്ടാണ് ഇവർ ഗുരുവായൂരിൽ എത്തിയതെന്ന് കണ്ടെത്തിയത്. അങ്ങനെയാണ് ഈ ശ്രമം പൊളിച്ചടക്കിയത്. സൗഹൃദ ബന്ധത്തിൽ നിന്ന് യുവതി പിന്മാറുകയായിരുന്നു. അതുകൊണ്ടാണ് ഇവരെ കൊല്ലാൻ തുനിഞ്ഞതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയ യുവതി ഇവരിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമം തയ്യാറാക്കിയിരുന്നു. അങ്ങനെയാണ് ഇവർ തൃശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് മാറിയത്. പിന്നീടാണ് ഈ പ്രതികൾ യുവതി ഗുരുവായൂരിലുണ്ട് എന്ന് അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തിയത്. അതും പെൺവേഷം കെട്ടി. ഒടുവിൽ പോലീസ് ആ പദ്ധതി തന്നെ പൊളിച്ചടക്കുകയായിരുന്നു. യുവതിയെ സേഫായി തന്നെ നാട്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കഞ്ചാവ് കണ്ടെത്തിയതുകൊണ്ട് തന്നെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളാണോ എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഒരു സുഹൃത്ത് ബന്ധത്തിൽ നിന്നും പിന്മാറിയതുകൊണ്ടാണോ ഇത്തരത്തിൽ വധശ്രമം നടത്തിയതെന്ന കാര്യത്തിലും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതായി വരും എന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇതിൽ ചില പ്രതികൾക്ക് മറ്റു കേസുകൾ കൂടിയുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത്. 20ഓളം ക്രിമിനൽ കേസുകൾ പ്രതികളുടെ പേരിലുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുന്നതിനായി യുവതിയുടെ മൊഴിയെടുക്കേണ്ടി വരും. പെൺവേഷം ധരിച്ച് ഗുരുവായൂരിലെത്തിയ യുവാവിനെ കണ്ടപ്പോൾ തന്നെ ചില ആളുകൾക്ക് സംശയം തോന്നിയിരുന്നു. അവരാണ് ഇത്തരത്തിൽ പോലീസിനെ ആദ്യം അറിയിച്ചത്.